സിയോനിലെ യേശു രക്ഷയുമായി വന്നു. ഹോശാന അപ്പോൾ പാടി പൈതങ്ങൾ ഘോഷിച്ചു. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ലെൻ ടോക്സിലൂടെ സംസാരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സഭയെ സംബന്ധിച്ച് നോമ്പുകാലം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ആത്മീക ജീവിതത്തിൽ പുത്തൻ ഉണർവ് പ്രാപിക്കുന്നതിന് ഓരോ നോമ്പുകാലവും നമ്മെ സഹായിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകളിലേക്ക് കടക്കട്ടെ. വേദഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ ആത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ക്രിസ്തുവിൽ ജീവനുള്ളവരായി എങ്ങനെ നമുക്ക് ജീവിക്കാം? നാം ഒരു നോമ്പ് കാലഘട്ടത്തിൽ ആയിരിക്കുന്നുവല്ലോ. നോമ്പുകാലം ഒരു യാത്രയാണ്. പാപത്തിൽ നിന്ന് കൃപയിലേക്കും, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും, ക്രൂശിൽ നിന്ന് ഉയർപ്പിലേക്കും, പുറമെയുള്ള ആചാരങ്ങളിൽ നിന്ന് ഉള്ളിലെ മാറ്റത്തിലേക്കുമുള്ള ഒരു യാത്ര. ഈ യാത്രയുടെ മധ്യത്തിൽ ഒരു വലിയ സത്യമുണ്ട്: നാം സ്വാഭാവികമായി ജീവനുള്ളവരല്ല. ദൈവത്തിന്റെ കൃപയാലാണ് നമുക്ക് ജീവനും ഉയർത്തെഴുന്നേൽപ്പും ഉള്ളത്. നോമ്പിന്റെ ഭാഗമായി ആദ്യമായി നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്: ആത്മീയമായി മരിച്ച മനുഷ്യരാണ് നാം. നോമ്പിന്റെ ആദ്യപടി ഈ സത്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നാം. ഇത് ഒരു കഠിന സത്യമാണെങ്കിലും അതിനെ അംഗീകരിക്കാതെ മാറ്റം നമ്മിൽ ഉണ്ടാകുകയില്ല. എന്താണ് ആത്മീകമായ മരണം? ദൈവത്തെ അറിയാതിരിക്കുകയും പാപത്തിൽ കുടുങ്ങുകയും മനസ്സിനെ അന്ധകാരം ബാധിക്കുകയും തന്മൂലം ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണിത്. ഒരുപക്ഷെ നാം ജീവനുള്ളവരായി പുറമേ തോന്നാം, എന്നാൽ ഉള്ളിൽ നാം ശൂന്യരാണ്. നോമ്പുകാലം നമ്മോട് ചോദിക്കുന്നു: നിന്റെ ഉള്ളിൽ ജീവനുണ്ടോ? നിന്റെ ഉള്ളിൽ ജീവനുണ്ടോ? ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കരുണയും സ്നേഹവും കൃപയുമാണ് ഈ ജീവനിലേക്ക് നമ്മെ എത്തിക്കുന്നത്. മനുഷ്യന്റെ പരാജയത്തിന് ശേഷം ദൈവത്തിന്റെ പ്രതികരണം അത്ഭുതമാക്കുന്ന പ്രതികരണമാണ്. മനുഷ്യന്റെ പരാജയത്തിന് ശേഷം ദൈവത്തിന്റെ പ്രതികരണം അത്ഭുതം ഉളവാക്കുന്ന പ്രതികരണമാണ്. അവൻ മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ല, അവനോട് കരുണയും സ്നേഹവും കൃപയും കാണിച്ചു. കരുണയിൽ സമ്പന്നനായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മുടെ പാപങ്ങളെ കണ്ടിട്ടും നമ്മെ തള്ളിയില്ല, അവൻ നമ്മെ ഉയർത്തിപ്പിടിച്ചു. ഈ നോമ്പുകാലം നമ്മെ കരുണയുടെ മുൻപിൽ നിർത്തുന്നു. അതിനാൽ ക്രൂശ് അത് ശിക്ഷയുടെ അടയാളമല്ല, അത് കരുണയുടെ അടയാളമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം വളരെ വലുതാണ്. അത് നമുക്ക് ഒരിക്കലും അളക്കാനാകില്ല. നമ്മൾ അർഹരല്ലെങ്കിലും അവൻ നമ്മെ സ്നേഹിക്കുന്നു. നോമ്പുകാലം നമ്മോട് ചോദിക്കുന്നു:
ഈ സ്നേഹത്തിന് നീ എങ്ങനെ മറുപടി നൽകും? ഈ സ്നേഹത്തിന് നീ എങ്ങനെ മറുപടി നൽകും? ദൈവത്തിന്റെ ദാനമായ കൃപ, നമ്മുടെ ശ്രമത്തിന്റെ ഫലമല്ല ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ ദാനമാണത്. തൻ്റെ മക്കൾക്ക് ദൈവം നൽകിയ ഏറ്റവും മൂല്യമുള്ള സമ്മാനമാണ് ദൈവത്തിന്റെ കൃപ. ഇങ്ങനെ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും നമ്മെ ജീവനുള്ളവരാക്കി തീർക്കുന്നു. അവൻ നമ്മെ ജീവനുള്ളവരാക്കുന്നു. അതിനാൽ തന്നെ ഇനി നാം പഴയ മനുഷ്യരല്ല. ദൈവം നമ്മിൽ പുതിയ ഹൃദയം സൃഷ്ടിക്കുന്നു. മുൻപ് പാപത്തിലായിരുന്ന നമ്മുടെ യാത്ര ഇപ്പോൾ ദൈവത്തിലേക്കാണ് നമ്മുടെ യാത്ര. നാം ഇനി മരിച്ചവരല്ല, ദൈവത്തിന്റെ ജീവനുള്ള മക്കളാണ്. നോമ്പുകാലം ഈ പുതുജീവിതത്തെ വീണ്ടും അനുഭവിക്കുവാനുള്ള അവസരമാണ് നമുക്ക് നൽകുന്നത്. മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് നോമ്പ് നമ്മെ കൊണ്ടുപോകുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു ചരിത്ര സംഭവമല്ല, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. ഈ ഉയർപ്പ് നമ്മെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് അടുപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. നോമ്പുകാലം നമ്മെ ക്രൂശിന്റെ വേദനയിൽ നിർത്തുന്നില്ല, അത് ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ചില തിരിച്ചറിവുകൾ നമ്മിൽ ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ടല്ലോ. ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലാണ് നമ്മുടെ ഈ പുതിയ ജീവനിൽ സ്ഥാനമുള്ളത്. അതിനാൽ നാം പരാജിതരല്ല, നാം വിജയികളാണ്. അതിനാൽ നാം അടിമകളല്ല, നാം മക്കളാണ്. നാം നിരാശയിലല്ല, പ്രത്യാശയിലാണ്. നോമ്പുകാലം നമ്മെ ഈ പാപത്തിനുള്ളവരല്ല, ക്രിസ്തുവിനുള്ളവരാണ് എന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. ഈ നോമ്പുകാലം ചില മാറ്റങ്ങൾ സ്വീകരിക്കുവാൻ നമ്മെ വിളിക്കുന്നു. നമ്മിലെ ഹൃദയങ്ങൾ മാറണം, നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ ജീവിതങ്ങൾ മാറണം. ഈ നോമ്പുകാലത്ത് നമ്മോട് തന്നെ ചോദിക്കുവാൻ ചില ചോദ്യങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു. ഞാൻ ഇപ്പോഴും ആത്മീയമായി മരിച്ചവനാണോ? ഞാൻ ക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം ദൈവത്തിന്റെ കൃപയുടെ തെളിവാണോ? ഈ വേദഭാഗം ചില ഉറപ്പുകൾ നമുക്ക് നൽകുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ ജീവനുള്ളവരാക്കുന്ന ദൈവമാണ്. ഈ നോമ്പുകാലം അതുകൊണ്ട് നമുക്കൊരവസരമാണ്. പഴയ ജീവിതം ഉപേക്ഷിക്കുകയും പുതിയ ജീവിതം സ്വീകരിക്കുകയും ചെയ്യുവാനുള്ള അവസരം. അതിനാൽ നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ഞാൻ ക്രിസ്തുവിൽ ജീവിക്കും, ഞാൻ ക്രിസ്തുവിൽ ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, മരിച്ചവരായിരുന്ന ഞങ്ങളെ ജീവൻ നൽകി വീണ്ടെടുത്തതിനായി നന്ദിയോട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കരുണയിലൂടെയും സ്നേഹത്തിലൂടെയും കൃപയിലൂടെയും ലോകത്തിന് അങ്ങയെ തന്നെ വെളിവാക്കുവാൻ സഹായിക്കണമേ. ഈ നോമ്പുകാലം ഞങ്ങളുടെ രൂപാന്തരത്തിന് വഴി തുറക്കണമേ. മഹത്വം അവിടത്തേക്ക് എടുക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.